അപ്രേമിൻ്റെ കൃതികളിൽ മൂല്യമേറിയതും മൂല്യം കുറഞ്ഞതും ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, അപ്രേം കവിതകൾ എഴുതിയിട്ടുള്ളതിൽ ഭൂരിപക്ഷവും അദ്ദേഹം തന്നെ കണ്ടെത്തിയ ഒരു വൃത്തത്തിൻ്റെ അടിത്തറയിലാണ്. അതായത് 7 സിലബിക് മീറ്റർ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. 7 മാത്രകളുള്ള മോർ അപ്രേമിൻ്റെ കൃതികൾ. ഞങ്ങൾക്കുള്ള കർത്താവേ, ഞാനിക നിദ്ര ഒഴിഞ്ഞിട്ട് ഉണർവോടെ നിന്തിരി മുമ്പിൽ നിൽപ്പാൻ എനിക്ക് കൃപ ചെയ്യണമേ. കണ്ടോ, ചെറിയ ചെറിയ ലൈനുകളുടെ 4 ലൈൻ ചേർന്ന ഒരു സ്റ്റാൻസ. അപ്പോൾ ഇതുപോലെയാണ് അപ്രേമിൻ്റെ കൂടുതൽ കൃതികളും അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇത് കൂടാതെ അദ്ദേഹം സ്വതന്ത്ര മീറ്ററിൽ, ഇപ്പം കൂടുതലും പേര് കവിതകളൊക്കെ എഴുതുന്ന, നിങ്ങൾ കവിതകൾ വായിക്കുന്നുണ്ടെങ്കിൽ അറിയാം, വൃത്തനിരാസമാണ് ഇന്നത്തെ സാഹിത്യ ശൈലി. നമ്മളൊക്കെ പണ്ട് പഠിച്ചപ്പോൾ ശ്രദ്ധാകാകളി നൃത്തത്തിൽ പിന്നെ ഏതാണ്ട് ആ അന്ത്യത്തിൽ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് കുത്തിയിരുന്ന് പഠിച്ചതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരോട് ചോദിച്ചാൽ അവർക്ക് അറിയുന്നില്ല, അവർ പഠിച്ചിട്ടുമില്ല. നമ്മളും പറഞ്ഞു.